ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും തമ്പ്നെയിൽ കണ്ടിട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ ചാനലിൽ RP ലൈവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഗെയിമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ റോഡ് ടു 3K സബ്ബാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ കാണുന്ന ഗെയിം ഏകദേശം 120 MB സൈസ് ഉണ്ട് ഗെയിമിന്. അതും കൂടാതെ ഏകദേശം 800 MB സൈസുള്ള ഒരു ഫയൽ നമ്മൾ അഡീഷണൽ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. നമ്മളെല്ലാം സെറ്റായി കഴിയുമ്പോൾ അവസാനം എത്തുന്നത് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും. ഇവിടെ നമുക്ക് എത്ര പേര് ഓൺലൈനിൽ ഉണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും. ഇവിടെ നമുക്ക് ഏത് സെർവറാണ് കയറേണ്ടത് ആ സെർവർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ രണ്ടാമത്തെ സെർവറിലാണ് കയറിയിരിക്കുന്നത്. എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സെർവറാണോ സെലക്ട് ചെയ്യേണ്ടത് ആ സെർവർ സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ക്യാരക്ടർ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്യാം. അത് സിമ്പിൾ കാര്യമാണ്. നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജെൻഡർ സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂൾസ് വേണമെങ്കിൽ വായിച്ചു നോക്കാം, അല്ലെങ്കിൽ വായിച്ച് നോക്കണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ നമ്മുടെ ക്യാരക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം, ഹൗസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഹൗസൊക്കെ ഇപ്പോൾ ലോക്കാണ്. നമ്മൾ ഗെയിം കളിച്ച് കുറേ നേരം അൺലോക്ക് ചെയ്താലാണ് അതൊക്കെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് മറ്റേ ഗെയിമിൻ്റെ ഉള്ളിലേക്കാണ്. ആദ്യത്തെ പ്രാവശ്യം ലോഡായി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ കണ്ടോന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. However, you can choose from thousands of possible roles. Policeman, doctor, mayor, or even gangster, just some professions you can explore. Once you earn your first money, you can buy a car or even a house, and after some time you'll. അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ്. നമ്മുടെ ക്യാരക്ടർ സ്കിന്നാണ്. അത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞാലും ആകെ 4 ക്യാരക്ടർ സ്കിന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ സ്ക്രീനിലെ ഐക്കൺസ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു തരും. അത്രേ ഉള്ളൂ. അവസാനം അങ്ങനെ നമ്മൾ ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കാണുന്ന വാതിൽ തുറന്നാൽ നമ്മൾ നേരെ ഗെയിമിലേക്ക് എത്തും. അതിന് മുമ്പ് അവിടെ നിൽക്കുന്ന NPCയോട് നമ്മൾ എന്തോ കാര്യം ചോദിക്കേണ്ടതുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയില്ല, അപ്പോൾ നമുക്ക് ചോദിക്കാം. ആ NPCയോട് കാര്യം ചോദിക്കാൻ വേണ്ടി നമുക്ക് ആ NPCയുടെ നേരെ വിരൽ വെച്ചിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഗെയിമിൽ എന്തെങ്കിലും സംഭവത്തെ പറ്റി അറിയാനാണെങ്കിൽ അതിൻ്റെ നേരെ നമ്മൾ ഫിംഗർ വെച്ചിട്ട് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നേരെ ഗെയിമിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ജസ്റ്റ് ഒരു ഗെയിം. നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റി കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന കാർ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ഫിംഗർ വെച്ച് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരും. ഈ കാണുന്നതാണ് ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റി. അപ്പോൾ ഞാൻ എല്ലാം മാക്സിമം ഇട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പോഴും പറയാത്ത ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പറ്റി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.